ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കാണെങ്കിൽ ഞാനൊരു 4 വയസ്സ് വരെ എന്തോ ആണ് ഞാൻ 4 വയസ്സിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ഒരു പാർലറിൽ പോയി എൻ്റെ മുടി വെട്ടിയിട്ടുള്ളത്. അതിനുശേഷം അതിനുശേഷം ഫുൾ എപ്പോഴായാലും എൻ്റെ മുടി വെട്ടി തരുന്നത് എല്ലാം അമ്മയാണ്. ഞാൻ പാർലറിൽ പോയിട്ടില്ല, എനിക്ക് പാർലറിൽ പോകണമെന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അമ്മ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടും ഓരോന്നൊക്കെ കണ്ടിട്ട് അമ്മ എനിക്ക് ലെയർ വെട്ടി തരും. പിന്നെ വ്യൂ പോലെ വിയും എല്ലാം അമ്മ എനിക്ക് സ്ട്രൈറ്റ് എല്ലാം അമ്മ വെട്ടിത്തരും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് മുടിയിൽ പരീക്ഷണമൊക്കെ നടത്തുന്നത്. അപ്പോൾ അമ്മയുടെ ഒരു പരീക്ഷണ വസ്തുവാണ് എൻ്റെ മുടി. അമ്മയ്ക്ക് മുടി വെട്ടി തുടങ്ങിയാൽ പിന്നെ അമ്മയ്ക്ക് നിർത്താൻ പറ്റൂല. അങ്ങനെ വെട്ടി 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 അങ്ങനെ പോവും. അപ്പോൾ എൻ്റെ മുടിയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഊരി വരും. പിന്നെ കുളിക്കുമ്പോൾ കുറേ ഊരി വരും, എണ്ണ തേക്കുമ്പോൾ ഊരി വരും. അപ്പോൾ ഭയങ്കര ഹെയർ ഫോൾ. അതുപോലെ മുടി ഇപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞൊക്കെ വരുന്നതുകൊണ്ട് എൻ്റെ മുടിയുടെ ടെക്സ്ചറും ആ ഒരു ഒന്നും എനിക്കിപ്പോൾ ഒട്ടുമേ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടോയെന്നോ ഡാൻഡ്രഫ് ഉണ്ടോയെന്നോ ഒന്നും എൻ്റെ തലയിലോട്ട് ഞാൻ നോക്കുന്ന പോലുമില്ല ഇപ്പോൾ. വേർത്തു തുടങ്ങി ചൂട് കാരണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മുടി വെട്ടാമെന്ന്. അമ്മ ഈ ഇടയ്ക്ക് യൂട്യൂബിൽ നിന്ന് എന്തോ വീഡിയോ കണ്ടിട്ട് അമ്മ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഒരു വീഡിയോ കണ്ടു അതുപോലെ വെട്ടിത്തരാം വെട്ടിത്തരാം. അപ്പം എനിക്ക് എന്തായിരുന്നു ഒരു 2-3 മാസം വരെ എനിക്ക് മുടി കുറേ നീട്ടി വളർത്തണം, അങ്ങനെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനിങ്ങനെ ഹെയർ ഫോളൊക്കെ ഉള്ളതിൽ ഇങ്ങനെ നീട്ടി വളർത്തണ്ട. ഇപ്പം ഞാൻ ഓഫീസിൽ എപ്പോഴും പോണീറ്റയിലാണ് കിട്ടുന്നത്. അപ്പം മുടിയുടെ വെയിറ്റ് കാരണം ഇങ്ങനെ എനിക്ക് നെറ്റ് കയറുന്ന പോലെയോ എന്തോ ഇങ്ങനെ ഭയങ്കര കെട്ടും ഇങ്ങനെ ചപ്പി വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങ് മുടി വെട്ടാന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ ഹെയർ കട്ട് ഡേ ആണ്. ഇവിടെ അനാമോ ഉണ്ട്, ചിലപ്പോൾ അനാമിൻ്റെ മുടി വെട്ടുമായിരിക്കും. പിന്നെ അമ്മയ്ക്ക് മുടി വെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ സ്കില്ല് ഞാൻ കാണിച്ചു തരാം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ, ഇങ്ങനെ ഹെന്ന ചെയ്യുന്നതും മുടി വെട്ടുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ഇതെന്ത് സ്റ്റൈലിലാണ് വെട്ടാൻ പോണെന്ന് അറിയില്ല, എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മളെപ്പോഴും പുറത്ത് നിന്നാണ് മുടി വെട്ടണം, കാരണം ഇവിടെ നിന്നാണ് തൂത്തെടുക്കാനായിട്ട് എളുപ്പം. അപ്പം ഞാനിപ്പം എൻ്റെ മുടി എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെട്ടമില്ല കേട്ടോ, ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന. ഇപ്പം എൻ്റെ മുടി കറൻറ്റ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്പ്ലിറ്റ് എൻഡ്സ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പം അത് മാത്രമേ ഉള്ളൂ, സ്പ്ലിറ്റ് എൻഡ്സേ ഉള്ളൂ തലയിൽ. ഒന്ന് കാണിച്ചു തരാം മുടി. അയ്യോ അത് ഗൈസ്, ഇതാണിപ്പം എൻ്റെ മുടി. ഇത്ര ഉണ്ടല്ലേ, ഇത്ര. എൻ്റെ ആഗ്രഹം ഇത്രയും വരെ ഞാൻ ഇനി വളർത്തിയിട്ടേ വെട്ടുള്ളൂ എന്നായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ സമ്മതിക്കണില്ല, മുടി കൊള്ളൂല, ഫുള്ള് പോയി. അപ്പം അമ്മ ഇന്ന് നമ്മൾ ഇങ്ങോട്ടോ ഇന്ന് നമ്മൾ എങ്ങനെയാണ് മുടി വെട്ടാൻ പോണ, എന്ത് സ്റ്റൈലാണ്, അതിൻ്റെ പേരെന്തോന്നാണ്? സ്റ്റെപ്പ് പോലെ വെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമറ വന്നപ്പോൾ അമ്മയുടെ സംസാരം മാറിയതുണ്ടോ? അല്ല, സ്റ്റെപ്പ് പോലെ വെട്ടണം. ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് വെട്ടണയാണ്. എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇത്രയും വെട്ടണം മുടി. എങ്ങനെ വരുമെന്നല്ല, ഇവർക്ക് 4 വയസ്സ് വരെ എങ്ങാണ്ട ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടിയിട്ടുള്ളൂ. ബാക്കി മൊത്തം ഞാനാണ് വെട്ടിയിട്ടുള്ളത്. അപ്പം അമ്മേരെ നല്ല കൈപ്പുണ്യം ഉണ്ട് അമ്മയ്ക്ക്, കാരണം എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു അമ്മ വെട്ടുമ്പോഴൊക്കെ. അപ്പം ഇത്രയും ലെങ്ത് കുറയ്ക്കണം കേട്ടോ, ഇത്രയും സ്പ്ലിറ്റ് എൻഡ്സ് എല്ലാം വെട്ടിക്കളയണം. ഓക്കെ, ഈ ഒരു പരീക്ഷണം അമ്മ കുഞ്ഞമ്മയുടെ മുടിയിൽ നടത്തിയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആയിരുന്നല്ലേ? നല്ലതായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച. ഈ ഞായറാഴ്ച എനിക്കാണ് അപ്പോയിൻമെന്റ് കിട്ടിയത്. ബിന്ദുവിനും ഷീബയ്ക്കും വെട്ടി ഞാൻ. ഓക്കെ, അപ്പം നമുക്ക് വെട്ടാം. ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണോണ്ടാണ് അമ്മ എനിക്ക് സ്റ്റൂളൊക്കെ ഇട്ടത്, അല്ലെങ്കിൽ ഞാൻ നിന്നാണ് മുടി വെട്ടാറുള്ളത്. അമ്മ ഇത് എത്ര സമയം എടുക്കും വെട്ടാനായിട്ട്? ഞാൻ സമയമൊന്നും നോക്കിയിട്ടില്ല. അതല്ല, അത് കറക്റ്റ് അല്ല. അതെ, എനിക്ക് ശരിക്കും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് ബാക്കി കണ്ണുണ്ടാന്നാ. ഞാൻ വകുപ്പെടുക്കുമ്പോ ആ, എനിക്ക് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ, വകുപ്പ് എടുക്കുന്ന ശരി, പിന്നെ ഇടുമ്പോഴത്തേക്ക് അമ്മ അതാ ഇവിടെ പൊങ്ങിയിരിക്കണം. അതെങ്ങനെ മനസ്സിലാവും? അമ്മ പറഞ്ഞൊക്കെ കേട്ടോ എന്തോട്ടോ, മൈക്ക് എന്റെ ബാക്കിയാത്തിരിക്കുന്നു. എന്തോ അമ്മ, ഞാൻ എടുത്തു തരാം, വകുപ്പ് ഇങ്ങോട്ട് പിടി. കറക്റ്റ് ആയില്ലേ? ആയോ? നിനക്കെന്ത് തോന്നുന്നു? അല്ല, ഞാൻ വകുപ്പെടുത്ത ഇനി നോക്ക് എന്തേലും ഉണ്ടാകുന്നു. ഇനി ഞാൻ എൻ്റെ ലൈഫ് ഞാൻ അൺഫിൽറ്റേർഡ് ആയിട്ടായിരിക്കും കാണിക്കുക. കാരണം ഫിൽറ്റേർഡ് ആയിട്ട് കാണാൻ നോക്കിയിട്ട് ഈ വീട് ഒരിക്കലും വൃത്തിയാവണില്ല. ഞാൻ മാക്സിമം നോക്കും എൻ്റെ വീഡിയോയിൽ ഈ സാധനങ്ങളെല്ലാം കുറച്ചുകൂടെ എസ്തെറ്റിക് ആകും. പക്ഷേ എന്നെ കൊണ്ട് പറ്റാത്ത സംഭവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഞാനത് കെയർ ചെയ്യുന്നില്ല. ദിസ് ഇസ്
ഹൗ മൈ ഹോം ലുക്സ് ഓർ ദിസ് ഇസ് ഹൗ ഐ ലുക്ക്. പ്രസന്റബിൾ ആക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ പറ്റണില്ല. എന്തോ അങ്ങനത്തെ നല്ല സാധനങ്ങളൊന്നും ഈ വീട്ടിലില്ല പ്രസന്റബിൾ ആക്കാൻ പറ്റണ. ഉള്ള സാധനം വെച്ചിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കണുണ്ട്, എന്നാലും എവിടേക്കോ എന്റെ കഴുത്ത് നീ വേദനിക്കുന്നു. തല ബാക്കിലോട്ട് ഞാൻ വെച്ചാൽ ഇരിക്കുന്നത് ലെങ്ത് മാറും. ഇപ്പൊ എങ്ങനെ ഇരിക്കണം ഇനി? നീ തല കഴുത്ത് അവിടെ തന്നെ വെച്ചോ. എന്റെ കഴുത്ത് ഇവിടെ വേദനിക്കണം എനിക്ക്. വലിക്കുമ്പോ കൂടെ വരരുത്. ഗൈസ്, ഇന്ന് അനാമു വീട്ടിൽ വന്നത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് പ്രഗ്നന്റ് ആയിരുന്നു, അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇല്ല, കത്തിരി എടുത്തിട്ട് വാ. അപ്പം നമ്മുടെ ഫ്രണ്ട് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പം അവളിപ്പോൾ 9 months ആയി. അല്ല, ആണാണ്, 9 months ആയി. അപ്പം ഇത്രയും നാൾ നമ്മൾ അവളെ കാണാൻ പോയില്ല. ഇത്രയും നാൾ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇന്ന് അവൾക്ക് ബിസിയാണ്. അടുത്ത ഈ 2 ദിവസത്തിൽ അവൾ അഡ്മിറ്റ് ആവും, അവൾ പ്രസവിക്കും. ഈ വീക്ക് അവൾക്ക് എന്താ ഡേറ്റ് വരുന്നത്? ഈ മന്തിനുള്ളിൽ തന്നെ. അപ്പൊ നമ്മൾ ഇനി വിചാരിച്ചു ഇനി കൊച്ചിനെ കാണാൻ പോവാന്ന്. വി ഫീൽ വെരി ബാഡ് അത് ആലോചിക്കുമ്പോ. സത്യം. പക്ഷെ എന്ത് ചെയ്യാൻ, ബാക്ക് ടു വെട്ടൽ. 9 മാസം ഉണ്ടായിരുന്നു, എന്നിട്ടും നമ്മൾ പോയില്ല. ആദ്യത്തെ 2 മാസമൊക്കെ എന്ത് വിചാരിച്ചു, 5ാമത്തെ മാസം മുതലല്ലേ കാണാനുള്ളത്, അപ്പൊ പോവാന്ന്. 5ാമത്തെ മാസം നമ്മൾ അറിഞ്ഞതുമില്ല. സത്യം. എന്ത് ചെയ്യാൻ, ചൂട് സൺസൈക്കബിൾ ആണ്. പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് വെട്ടി തുടങ്ങി. ഞാൻ എന്തെങ്കിലും അൾട്രാ റിച്ച് ആവണേൽ അമ്മയെ ഞാൻ ഇങ്ങനെ ഇത് പഠിക്കാൻ വിടാം, ബ്യൂട്ടീഷ്യൻ. അപ്പോഴത്തേക്ക് അമ്മയുടെ കാഴ്ചയൊക്കെ പോവും. ഗൈസ്, ഈ കത്രിക എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ മുടി തഴച്ച് അതുകൊണ്ടാണ് അതിന് ഇത്ര വൃത്തി കുറവ്. വീഡിയോ എടുക്കാനായിട്ട് ഞാനത് വൃത്തിയാക്കണമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഈ അമ്മ പണ്ട് പറയും എൻ്റെ മുടിക്ക് അനുസരണ ഇല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് അമ്മ എൻ്റെ ഒരു ഹെയർ ക്രീം എടുക്കാൻ പോയി. അമ്മയ്ക്ക് മുടി പിടിച്ചിട്ട് കിട്ടണില്ല. ഇത് ഇത് തീരാറായി. ഇതാണ് ഞാൻ മുടി അടങ്ങിയിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം, ഹിമാലയയുടെ ആൻറ്റി ഡാൻഡ്രഫ് ആണ്, പക്ഷേ നല്ല ക്രീമാണിത്. ഇപ്പോഴാണ് എൻ്റെ മുടി കറക്റ്റ് സെറ്റായത്. അപ്പം ഇനി മുതലായിരിക്കും അമ്മ പ്രോപ്പറായിട്ട് വെട്ടണം. ഞാനൊരു കാര്യം പറയട്ടോ, എനിക്കിത് അയ്യോ ഇവിടെ വരെ എത്തിയോ മുടി? നമ്മളിങ്ങനെ എന്റെ കഴുത്തൊക്കെ വേർതിരിക്കണം അല്ലേ? യെസ്. നമ്മൾ അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണ്. സ്പ്ലിറ്റൻസ് എല്ലാം വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത സ്റ്റൈല് പിടിക്കാൻ പോകുന്നു. എനിക്ക് ആക്ച്വലി കുറച്ച് ലെങ്ത് കുറയ്ക്കണമെന്ന് തന്നെയാണ്. കാരണം ഇല്ലേ, ഇപ്പൊ പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ മുടി ഇങ്ങനെ ഒരുമാതിരി കിടക്കുന്നു. തുടങ്ങി എന്നും കെട്ടിയല്ലേ? ഇപ്പൊ മനസ്സിലായാ? എനിക്കിതാ ഇവിടെ ഒരു സാധനം വന്ന് ഇപ്പൊ നെറ്റ് ചെറുതായിട്ട് കയറി. പോണിറ്റെയില് കെട്ടി ഇത്ര ഞാൻ കൂനിയാണല്ലേ ഇരുന്ന്. വെരി ബാഡ്. ആ നെയിൽ പോളിഷ് ഇളവണുണ്ടോ? അനാമു ടോണിയൻ ഗൈലൊക്കെ പോയാണ് വെട്ടണം അമ്മ. അവിടെ എത്ര രൂപ അനാമു മുടി വെട്ടുന്നതിന്? 900 അല്ലല്ലോ, 10,000 കൂടുതലാവും. ഞാൻ കൊറേ നാളെ വെട്ടിട്ട് മുടി വെട്ടണം. ഞാൻ കുട്ടിയാക്കാൻ പോണു. ഫ്ലിപ്പേ മുടി ശ്രദ്ധിച്ചോണേ. കഥ ഭയങ്കര കാറ്റ്. ഇപ്പൊ എല്ലാം പോയി. സ്പ്ലിറ്റൻസ് എല്ലാം പോയോ എന്തോ?
ഓ ഫ്രണ്ടിൽ ഇത്ര ആയല്ലേ മുടി. സെറ്റായ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ മുടി? അമ്മയ്ക്ക് മാർക്ക് ഇടും എല്ലാരും. ഞാൻ എണീച്ച് നിൽക്കട്ടോ, ഞാൻ എണീച്ചേക്കാം. ഓക്കെ, ഇത്രയായി. ഇനി എന്തെങ്കിലും ചെയ്യാണോ ചെറുതായിട്ട്? മതിയോ? ഫ്രണ്ടിൽ വെട്ടിയിടണോ? വേണ്ട, എനിക്കത് അത്രയ്ക്ക് ഇതില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പം എത്ര മാസത്തിന് ശേഷം മുടി വെട്ടിയത്? വാ ഇങ്ങോട്ട്. കുറെ നാളായല്ലേ എനിക്ക് ഞാൻ വളർത്തണോന്ന് വിചാരിച്ച് ഇരുന്നിരുന്നിരുന്ന് എനിക്കിപ്പോ ഒരു ഇൻറ്റ്യൂഷൻ അടിച്ച് ക്യാമറ ഓൺ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അതാണ് ആലോചിച്ച വീഡിയോ എല്ലാം കിട്ടിയത്. അപ്പൊ ഇനി ഞാൻ ഇനി വളർത്തുന്നില്ല ആക്ച്വലി. ഞാനിപ്പം അങ്ങനെ ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊന്നും വാങ്ങണമെന്ന് എനിക്കിപ്പോൾ ആഗ്രഹമൊന്നുമില്ല. അതിനല്ലേ വളർത്തി ഞാൻ നിർത്തി. ഞാൻ ഇനി അങ്ങനത്തെ ഒന്നും വാങ്ങണില്ല. എനിക്ക് ഓഫീസിൽ അങ്ങനത്തെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റൂല. ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടുകൊണ്ട് പോവാം, സാരിയൊക്കെ കൊടുക്കണമെങ്കിൽ അമ്മ എന്ന് വീട്ടിൽ കാണണം. അതപ്പം പിന്നെ ഞാൻ 5 മണിക്ക് എണീക്കണം. യുദ്ധമെല്ലാം കഴിഞ്ഞെത്തുമ്പോ 12:30ക്കുള്ള ഷിഫ്റ്റിന് ഞാൻ 9 മണിക്ക് സാരി ഉടുത്തിരിക്കണം. അപ്പൊ എന്തായാലും അത് നടക്കൂല. എൻ്റെ ആ ഡ്രസ്സിങ് ആ ഒരു സ്റ്റൈൽ എനിക്ക് പിടിക്കാൻ പറ്റൂല. അപ്പം എനിക്ക് ഇത് തന്നെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് മുടി വെട്ടണം, അത് ഞാൻ എടുക്കണില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്താ അമ്മ മുടി വെട്ടണ എനിക്ക് വെട്ടണം. അപ്പം ഈ സഹായിച്ചു കൊടുക്കണം. ഇല്ല, അത് അമ്മ സ്വന്തമായിട്ട് വെട്ടും എല്ലാം ചെയ്യും. ഇതാ ഫ്ലെക്സിങ് ആണ്, എനിക്ക് ഇത്ര മുടി ഉണ്ടെന്നുള്ളതിന്റെ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അമ്മയ്ക്ക് മാർക്ക് കൊടുക്കുക. എങ്ങനെയുണ്ടെന്നുള്ളത് ഔട്ട് ഓഫ് 10 എത്രയുണ്ട് എൻ്റെ മുടി, എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.